വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നന്ദാസ് വ്ലോഗ്. സോ ഇന്ന് നമ്മൾ വൈകുന്നേരം ജസ്റ്റ് പുറത്ത് നടക്കാൻ ഇറങ്ങിയതാണ്. നാളെ സാറ്റർഡേ ആണ്, അപ്പോൾ സ്കൂളില്ല. സോ ഫ്രീ ആയതുകൊണ്ട് നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ UAE നമ്മൾ താമസിക്കുന്ന വില്ലയുടെ ചുറ്റുപാടൊക്കെ കാണിച്ചതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഫ്രീ ഉള്ള സമയത്തൊക്കെ ഇടയ്ക്ക് ഇതേപോലെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങാറുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഈത്തപ്പഴമൊക്കെ ആയി വരുന്നുണ്ട്, പഴുത്തില്ല, ബട്ട് അതായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. ഇത് ഞാൻ അമ്മയ്ക്ക് ഈന്തപ്പഴം കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ ഇഷ്ടം പോലെ ഈന്തപ്പന ഉണ്ട്. അപ്പോൾ അതിൽ നിറച്ചും കായാണ്. അതേപോലെ തന്നെ ഈ ഒരു കാ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കി. അപ്പോൾ അതിൽ ഒരു കുരു മാതിരിയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ അത് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു കാ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതുവരെ അങ്ങനെയുള്ള കാ കണ്ടിട്ടില്ല. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഈ ഒരു സൈഡിൽ നിറച്ച് ഈന്തപ്പനയാണ്, അതിൽ തെച്ചും കായാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലം. ഇതൊരു കുഞ്ഞു പനയാണ് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം കാ അടിയിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഒരു പനയിൽ നിറയെ ഈത്തപ്പഴമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് അതിങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇതും ഇതേപോലെ ഒരു കുഞ്ഞു പനയാണ്, അതിൽ അത്യാവശ്യം കായുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് പറിച്ച് കഴിച്ച് നോക്കി. ഭയങ്കര ചവർപ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉള്ള എൻ്റെ മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലാവും അതിന് എത്ര ചവർപ്പാണുള്ളതെന്ന്. അപ്പോൾ അത് ഞാൻ കളഞ്ഞ് വീണ്ടും നടന്നു. ഈ ഒരു പനയിൽ നിറയെ ഈത്തപ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഇതേപോലെ ഈന്തപ്പന കാണുമ്പോൾ ഞാൻ അതിലുള്ള ഈത്തപ്പഴത്തിനൊന്ന് തൊട്ടു നോക്കിയിട്ട് വരും, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിറയെ ഈത്തപ്പഴമായിരുന്നു ഇതിൽ. നല്ല രസമുണ്ട്. അതിന് കുറേ നേരം തൊട്ടു നോക്കി പിന്നെ നമ്മൾ പോയി. ഈ ഫ്രണ്ടിൽ കാണുന്ന വീട് വലിയൊരു അറബിയുടെ വലിയൊരു വീടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ 2-3 വീട് എക്സ്ട്രാ ഉണ്ട്. ഇവിടെയുള്ള മിക്ക വീടുകളും ഇങ്ങനെ കാണാം കേട്ടോ. ഒരു കോമ്പൗണ്ടിൽ 2-3 വീട്. അപ്പോൾ അത് ഞാൻ വെറുതെ കാണിച്ചതേ ഉള്ളൂ. ഈ ഒരു ചെടി കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുടിച്ച വെള്ളം നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതേപോലെ ഓരോ കോർണറിലും ഇതേപോലെ വെള്ളം കുടിക്കാനുള്ള സൗകര്യത്തിൽ വെച്ചിട്ടുണ്ടാവും. അതും നല്ല ഫ്രഷ് തണുത്ത വെള്ളം.
കുറച്ച് നേരം. അപ്പോൾ ഈ കാണുന്ന കടലാസ് പൂ എൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ മതിലിൻ്റെ അപ്പുറത്ത് എൻ്റെ വീടാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്മൈലി എന്നും കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.